വീഡിയോയിൽ ചോദിച്ചിരുന്നത് പോലെ MSN മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ നിന്ന് ആക്ച്വലി ഡയറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അതിന്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സൂപ്പർ നോട്ട്സ് സൂപ്പർ നോട്ട്സ് എന്ന സീരീസിലെ നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് വരിക. അതായത് നിങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നത് പോലെ MSN മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം കേട്ടോ, GI സിസ്റ്റത്തിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ആക്ച്വലി ഈ വൺ ലൈനേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ നിന്ന് ആക്ച്വലി ഡയറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ആക്ച്വലി നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇത് ആക്ച്വലി നന്നായിട്ട് പഠിക്കുക. ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. GI സിസ്റ്റം എല്ലാവർക്കും അറിയാം അല്ലേ? GIT ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എക്സ്റ്റെൻസ് അപ്രോക്സിമേറ്റ്ലി 30 feet ഫ്രം മൗത്ത് ടു ഏനസ് അല്ലേ. ഇതിന്റെ ലെങ്ത്, അതായത് GI സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ GI ട്രാക്ടിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം 30 അടിയാണ് കേട്ടോ. 30 feet ആണ് വരിക. ഈ GITക്ക് ആക്ച്വലി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ടിന് 4 ലേയേഴ്സ് പറയുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണത്? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, പിന്നെ മസിൽ, കൂടാതെ സിറോസ കേട്ടോ. എന്തൊക്കെയാണ്? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസിൽ ആൻഡ് സിറോസ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞതാണ് എൻഡറിക് നെർവസ് സിസ്റ്റം കൺട്രോൾസ് GIT ഇൻഡിപെൻഡന്റ്ലി അല്ലെ. നമ്മൾ ആക്ച്വലി നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ കൂടെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഇത് എന്താണ് നമ്മുടെ എൻഡറിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? GIT ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ടിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് ഇത് നമ്മുടെ എൻഡറിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ, അത് ഈ എൻഡറിക് നെർവസ് സിസ്റ്റത്തിൽ തന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്താ ചെയ്യുക? പെരിസ്റ്റാൾസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു കേട്ടോ. സ്റ്റിമുലേറ്റ്സ് ദ പെരിസ്റ്റാൾസിസ്. അതേസമയം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുക? ഈ പെരിസ്റ്റാൾസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എല്ലാ ബോഡിയുടെ എല്ലാ ഫങ്ഷൻസും ഇൻക്രീസ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് പറയുക. പക്ഷെ ഇവിടെയാണെങ്കിലോ നേരെ തിരിച്ചാ വരിക. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ് നമ്മുടെ പെരിസ്റ്റാൾസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? ഈ പെരിസ്റ്റാൾസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ആക്ച്വലി നമ്മുടെ സെൽസിനെ കുറിച്ചാണ് പറയുക കേട്ടോ, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ കാണുന്ന സെൽസിനെ കുറിച്ചാണ് പറയുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരൈറ്റൽ സെൽസ് കേട്ടോ, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പെരൈറ്റൽ സെൽസ് ഇൻ ദ സ്റ്റൊമക് സെക്രേറ്റ് HCl ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ കേട്ടോ. നമ്മുടെ സ്റ്റൊമക്കിലെ പെരൈറ്റൽ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? HCl ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രേറ്റ് ചെയ്യുന്നു, കൂടാതെ ഇൻട്രിൻസിക് ഫാക്ടറിനെയും സെക്രേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഹിപ്പ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഹിപ്പ്, HIP, ഹിപ്പ്. അതായത് H എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കൂടാതെ I എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ഫാക്ടർ. ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രേറ്റ് ചെയ്യുന്നത് ആരാണ്? പെരൈറ്റൽ സെൽസ് ആണ്. നെക്സ്റ്റ്, വീണ്ടും ഇത് കൺഫ്യൂസ് ആയി പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി കോഡൊക്കെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചീഫ് സെൽസ് ഇൻ ദ സ്റ്റൊമക്, നമ്മുടെ സ്റ്റൊമക്കിലെ ചീഫ് സെൽസ് എന്താ ചെയ്യുക? പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ സ്റ്റൊമക്കിലെ ചീഫ് സെൽസ് ആണ് പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓർക്കും? PC കേട്ടോ. PC എന്ന് ഓർത്താൽ മതി കേട്ടോ. PC, അതായത് പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുന്നത് ചീഫ് സെൽസ് ആണ്. കൂടാതെ ഇൻട്രിൻസിക് ഫാക്ടർ ഈസ് എസെൻഷ്യൽ ഫോർ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ഇൻ ദ ഇലിയം കേട്ടോ. നമ്മുടെ ഇലിയത്തിലാണ് മിക്കവാറും എല്ലാ ന്യൂട്രിയൻസിന്റെയും അബ്സോർപ്ഷൻ നടക്കുക അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ B12 അബ്സോർപ്ഷന് വളരെ അധികം എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇതാ നമ്മുടെ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, സ്മോൾ ഇൻറ്റെസ്റ്റിന്റെ ലെങ്ത് എത്രയാണ് വരിക? ഇസ് അബൌട്ട് 23 feet ലോങ് ആൻഡ് 2.5 centimeter ഡയമീറ്റർ കേട്ടോ. ഡയമീറ്റർ, സ്മോൾ ഇൻറ്റെസ്റ്റിന്റെ ഡയമീറ്റർ വരിക ഏകദേശം 2.5 centimeter ആണ്. നെക്സ്റ്റ്, വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് കേട്ടോ. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് സെക്രീറ്റ് ആൽക്കലൈൻ മ്യൂക്കസ് ഇൻ ദ ഡിയോഡിനം. നമ്മുടെ ഡിയോഡിനത്തിലെ ആൽക്കലൈൻ മ്യൂക്കസ് അല്ലെങ്കിൽ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ബ്രൂണേഴ്സ് ഗ്ലാൻഡ് കേട്ടോ. ബ്രൂണേഴ്സ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ഡിയോഡിനത്തിലെ ആൽക്കലൈൻ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. കൂടാതെ ഗോബ്ലെറ്റ് സെൽസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ സെക്രീറ്റ് മ്യൂക്കസ് ടു പ്രൊട്ടക്ട് ദ മ്യൂക്കോസ, അതായത് മ്യൂക്കോസയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കേട്ടോ, മ്യൂക്കസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, മ്യൂക്കസിനെ ഇൻറ്റെസ്റ്റൈനിൽ സെക്രേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗോബ്ലെറ്റ് സെൽസ് ആണ് കേട്ടോ. അപ്പം രണ്ട് രീതിയിൽ ചോദിക്കാം കേട്ടോ. ആൽക്കലൈൻ മ്യൂക്കസ് എവിടെയാണ്? ഡിയോഡിനത്തില് സെക്രേറ്റ് ചെയ്യുന്നത് ബ്രൂണേഴ്സ് ഗ്ലാൻഡ് ആണ്. അതേസമയം ഇൻറ്റെസ്റ്റൈനില് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യുന്ന സെൽസ് ഏതാണ്?
ഗോബ്ലെറ്റ് സെൽസ് ആണ് കേട്ടോ. നെക്സ്റ്റ് കാർബോഹൈഡ്രേറ്റ്, അതായത് അബ്സോർപ്ഷനെ കുറിച്ചാണ് പറയുക കേട്ടോ. നമ്മുടെ ഫുഡിന്റെ അബ്സോർപ്ഷനെ കുറിച്ചാണ് പറയുക. നിങ്ങൾക്ക് അറിയാം കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ അല്ലേ. കാർബോഹൈഡ്രേറ്റ് ഏത് ഫോമിലാണ് അബ്സോർബ് ചെയ്യുക? മോണോസാക്രൈഡ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് ആർ അബ്സോർബ്ഡ് ആസ് മോണോസാക്രൈഡ്സ് ആണ്. എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുക? സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക. പ്രോട്ടീൻസ് ആണെങ്കിലോ, പ്രോട്ടീൻസിന്റെ എൻ പ്രോഡക്ട്സ് നമുക്ക് അറിയാല്ലേ, എന്താണ്? അമിനോ ആസിഡ്സ് അല്ലേ. പ്രോട്ടീൻസ് ആർ അബ്സോർബ്ഡ് ആസ് അമിനോ ആസിഡ്സ് ഇൻ ദ സ്മോൾ ഇൻഡസ്ട്രിയിൽ. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയില് പ്രോട്ടീൻസ് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഫോമിലാണ് അബ്സോർബ് ചെയ്യപ്പെടുക? അമിനോ ആസിഡ്സിന്റെ ഫോമിലാണ് അബ്സോർബ് ചെയ്യപ്പെടുക. നെക്സ്റ്റ് ഫാറ്റ് അല്ലെ. ഫാറ്റ് ഏത് ഫോമിലാണ് അബ്സോർബ് ചെയ്യപ്പെടുക? ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ, എൻ പ്രോഡക്റ്റ് ഓഫ് ഫാറ്റ് മെറ്റബോളിസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ തന്നെയാണ്. പ്രോട്ടീന്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഏത് രീതിയിൽ അബ്സോർബ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മോണോസാക്രൈഡ്സ് ആണ്. നെക്സ്റ്റ് വീണ്ടും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. അമൈലേസും ലൈപ്പേസും എന്ത് ചെയ്യുന്നു? എലിവേറ്റ് ചെയ്യുന്നു പാൻക്രിയാറ്റൈറ്റിസ് കേട്ടോ. ഇപ്പൊ ചോദിക്കാം പാൻക്രിയാറ്റൈറ്റിസിൽ ഏത് എൻസൈം ആണ് എലിവേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പം അമൈലേസ് ഉണ്ട്, ലൈപ്പേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കാണ്, അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം രണ്ട് ഓപ്ഷനും ഉണ്ട് അല്ലെ. രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യും? അമൈലേസ് ഉണ്ട്, ലൈപ്പേസ് ഉണ്ട്. ഇതിലാ പാൻക്രിയാറ്റൈറ്റിസിൽ. അപ്പം മോർ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഇതാണ് ലൈപ്പേസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് എങ്ങനെ ഓർത്തിരിക്കും? LP, നമ്മുടെ ലംബാർ പങ്ക്ചർ ഉണ്ടല്ലോ, ആ LP ഓർത്താൽ മതി. പാൻക്രിയാറ്റൈറ്റിസിൽ ഏതാണ്? ലൈപ്പേസ് ആണ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് എലിവേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും എലിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എക്സാമിന് രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിലും മോർ ആക്യുറേറ്റ് എന്ന് പറയുന്നത് ലൈപ്പേസ് ആണ് കേട്ടോ. നെക്സ്റ്റ് എച്ച് പൈലോറി ഇസ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിയോഡിനൽ അൾസർ കേട്ടോ. നമ്മുടെ ഡിയോഡിനൽ അൾസറിന്റെ മോസ്റ്റ് കോമൺ കോസ് ഏതാണ്? എച്ച് പൈലോറി. എന്താണ്? ഹെലിക്കോബാക്ടർ പൈലോറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പെപ്റ്റിക് അൾസർ ഇമ്പോർട്ടന്റ് ആണ്, കൂടാതെ എച്ച് പൈലോറിയും ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി നമുക്ക് രണ്ട് തരത്തിലുള്ള അൾസേഴ്സ് ആണ് നമ്മൾ പറയുക അല്ലേ. എന്താണ്? ഗ്യാസ്ട്രിക് അൾസർ, കൂടാതെ ഡിയോഡിനൽ അൾസർ അല്ലേ. ആക്ച്വലി ഇതിന്റെ സിംറ്റംസിൽ വളരെ വളരെ വ്യത്യാസം വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ വ്യത്യാസം വരിക? അതായത് ഗ്യാസ്ട്രിക് അൾസറിൽ പെയിൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുക? 1 to 2 hours ആഫ്റ്റർ മീൽ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് 1 മുതൽ 2 മണിക്കൂറിനുള്ളിലായിരിക്കും ഗ്യാസ്ട്രിക് അൾസറിന്റെ പെയിൻ വരിക. കൂടാതെ ഇൻ കേസ് പെയിൻ വന്നപ്പോൾ നിങ്ങൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പെയിന് കൂടുതൽ സിവിയർ ആകും അല്ലെങ്കിൽ വേഴ്സൺ ആകും കേട്ടോ. അപ്പം വിത്ത് ഫുഡ് ആണെങ്കിൽ പെയിൻ വേഴ്സൺ ആകും. കൂടാതെ ഗ്യാസ്ട്രിക് അൾസറിന്റെ പെയിൻ വരിക 1 to 2 hours ആഫ്റ്റർ മീൽസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡിയോഡിനൽ അൾസർ ആണ്. അവിടെ എപ്പോഴാണ് പെയിൻ ഒക്കർ ചെയ്യുക? 2 to 4 hours ആഫ്റ്റർ മീൽ കേട്ടോ. നമ്മൾ ഭക്ഷണം എടുത്ത് 2 മുതൽ 4 മണിക്കൂർ വരെ ആകുമ്പോഴാണ് ഡിയോഡിനൽ അൾസറിന്റെ പെയിൻ ഉണ്ടാവുക. അതുകൂടാതെ ഈ പെയിൻ എങ്ങനെ റിലീവ് ചെയ്യുക? ഫുഡ് അല്ലെങ്കിൽ അന്റാസിഡ് കേട്ടോ. ഫുഡ് എടുത്ത് ഡിയോഡിനൽ അൾസറിലാണെങ്കിൽ നമ്മൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അന്റാസിഡ് എടുത്തു കഴിഞ്ഞാൽ പെയിൻ റിലീവ് ആകും. അതേസമയം ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിലോ നമ്മൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പെയിൻ വേഴ്സൺ ആകുന്നു അല്ലെങ്കിൽ സിവിയർ ആകുന്നു. മാറിപ്പോകരുത്, ചോദിക്കും കേട്ടോ. അതായത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ആണ് കേട്ടോ. അതിന്റെ താഴെയാണ് ഡിയോഡിനം അല്ലെ, നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈന്റെ പോർഷനായ ഡിയോഡിനം വരിക അല്ലെ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അറിയാലോ, ഡിയോഡിനം, ജെജുനം, ഇലിയം അല്ലെ. അതിന്റെ ഒരു പോർഷൻ ആണ് ഡിയോഡിനം എന്ന് പറയുക. അപ്പൊ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ടാണ് ഡിയോഡിനം വരിക. അപ്പോൾ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ആണ് ആദ്യം ഉണ്ടാവുക. എങ്ങനെയാണ്? 1 to 2 hours ആഫ്റ്റർ മീൽസ്. ഡിയോഡിനം പിന്നെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്? 2 to 4 hours ആഫ്റ്റർ മീൽസ് ആണ് വരിക. ഫുഡ് എടുക്കുമ്പോൾ റിലീവ് ചെയ്യുന്നു, ഏതാണ്? ഡിയോഡിനൽ അൾസർ. അതേസമയം ഫുഡ് എടുക്കുമ്പോൾ വേഴ്സൺ ആകുന്നു, ഏതാണ്? ഗ്യാസ്ട്രിക് അൾസർ. കൂടാതെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ് കോമൺ കോസ് ആണ് ഡിയോഡിനൽ അൾസറിന്റെ. ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? യൂറിയ ബ്രെത്ത് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൂൾ ആന്റിജൻ ടെസ്റ്റ് കേട്ടോ. യൂറിയ ബ്രെത്ത് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൂൾ ആന്റിജൻ ടെസ്റ്റ് ആണ് നമ്മൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ GI സിസ്റ്റം ഫുള്ള് കവർ ആയിട്ടില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിഷ്യലി കുറച്ച് അനാട്ടമി, ഫിസിയോളജി, പിന്നെ പെപ്റ്റിക് അൾസർ, ഇത്രയും മാത്രമേ പെപ്റ്റിക് അൾസറിന് ഫുള്ള് കവർ ആയിട്ടില്ല. ഇനി ട്രിപ്പിൾ ഡ്രഗ് തെറാപ്പി, ക്വാഡ്രപ്പിൾ ഡ്രഗ് തെറാപ്പി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ വളരെ ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വേർഷൻ ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ക്രാഷ് ബാച്ച്, പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നാണ്. നമുക്ക് ആക്ച്വലി പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. 2 മാസത്തിലും താഴെ ഉള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ദിവസം വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.